ഹായ്, എല്ലാവർക്കും സന്ധ്യാവന്ദനങ്ങൾ. നമ്മൾ ഇന്ന് രാത്രിയിൽ പിന്നെയും നമ്മുടെ ക്ലാസ്സിലേക്ക് കടന്നു വരികയാണ്. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞതുപോലെ നമ്മൾ ക്രിസ്ത്യൻ ഡോക്ട്രിൻസ് എന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ക്ലാസ്സുകളിലൂടെ നമ്മൾ ക്രൈസ്തവ സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾ, എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കഴിയാവുന്നിടത്തോളം ലളിതമായിട്ടും അപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തക്ക രീതിയിലുമുള്ള ഒരു അവബോധം, അതാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഡോക്ട്രിൻസ് പഠിക്കണം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പുറകിൽ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ പറയുന്നത് ദ റൈറ്റ് ഡോക്ട്രിൻ ഈസ് ദ ബേസിസ് ഓഫ് റൈറ്റ് ലിവിങ്. അതായത് ശരിയായിട്ടുള്ള വിശ്വാസമാണ് ശരിയായിട്ടുള്ള ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസങ്ങൾ തെറ്റായി തീർന്നാൽ, വിശ്വാസങ്ങൾ ദൈവവചനപ്രകാരം ശരിയല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിനെയും നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതാണ് അത് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ശരിയായിട്ടുള്ള ഉപദേശങ്ങൾ എന്താണ്, ശരിയായിട്ടുള്ള വിശ്വാസം എന്താണ് എന്ന് പഠിക്കുന്നതിലൂടെ ആ അറിവ് നമ്മളെ ശരിയായിട്ടുള്ളൊരു പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്ന് സഭകളിലും നമ്മുടെ ഇടയിലൊക്കെ പലതരത്തിലുള്ള ഉപദേശങ്ങൾ പരന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പം പഴയ കാലം തൊട്ട് തന്നെയുള്ള പല തെറ്റായിട്ടുള്ള പഠിപ്പിക്കലുകൾ നമുക്കറിയാം. ഇപ്പം ഉദാഹരണത്തിന് യഹോവ സാക്ഷികൾ, അതുപോലെ യേശുവിൻ നാമക്കാർ, ഇങ്ങനെയൊക്കെയുള്ള അവർ കുറേ വർഷങ്ങളായിട്ടിങ്ങനെ അവരുടെ ഉപദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ തന്നെ ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ ഉപയോഗം വളരെ വളരെ പെട്ടെന്ന് അതങ്ങോട്ടേക്ക് കയറി വന്നു കഴിഞ്ഞപ്പം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒത്തിരി തരത്തിലുള്ള ഉപദേശങ്ങൾ നമ്മൾ കേൾക്കാനായിട്ടും നമ്മുടെ ചെവികളിലേക്ക് എത്താനായിട്ടും ഒക്കെ ഇടയാകുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും വിശ്വാസികളുടെ ഇടയിൽ തന്നെ എന്താണ് ശരിയായിട്ടുള്ള വിശ്വാസം എന്നുള്ളത്, അതിനെക്കുറിച്ച് ഭയങ്കര കൺഫ്യൂഷനുണ്ട്. ഞാൻ പലപ്പോഴും ഞാൻ ഈ ടീച്ചിങ് ആയതുകൊണ്ട് പലപ്പോഴും സഭകളിലും വിശ്വാസികളോടും ഒക്കെ സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും ഞാൻ ചോദിക്കുമ്പോൾ പലർക്കും അതിനെക്കുറിച്ച് വലിയ വ്യക്തതയൊന്നുമില്ല. അപ്പം പലരും പല കാര്യങ്ങളെക്കുറിച്ചും പല ഉപദേശങ്ങളെക്കുറിച്ച് പല വിശ്വാസങ്ങളെക്കുറിച്ച് പല രീതിയിലുള്ള കാഴ്ചപ്പാടുകളാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഇല്ല എന്നുള്ളതാണ്. ചിലർ പറയുന്നത് ഏകദൈവമാണെന്ന് പറയുന്നു, ചിലർ പറയുന്നു ത്രിത്വമാണെന്ന് പറയുന്നു, ചിലർ വേറെ എന്തൊക്കെയോ പറയുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഈ നമ്മുടെ ഉപദേശപരമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊക്കെ ഉള്ളത്. അപ്പം ഈ ദുരുപദേശങ്ങൾ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പഠിപ്പിക്കലുകൾ പലപ്പോഴും നമ്മുടെ സഭകൾക്കകത്ത് തന്നെ വലിയ പ്രതിസന്ധി കൊണ്ടുവരുന്നുണ്ട്. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഭകൾക്കകത്ത് പലപ്പോഴും ശരിയായിട്ടുള്ള ഉപദേശം എന്താണെന്നുള്ളത് പഠിപ്പിക്കപ്പെടുന്നില്ലെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പലവിധ ഉപദേശങ്ങൾ കയറി വരുമ്പോൾ ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, അതും ശരി ഇതും ശരി, അതും തെറ്റ് ഇതും തെറ്റ് എന്നുള്ളൊരു കൺഫ്യൂഷനിലേക്ക് നമ്മുടെ വിശ്വാസികൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വീണു പോകാറുണ്ട്. അപ്പം
അവിടെയൊക്കെ നമുക്കൊരു ക്ലാരിറ്റി ആവശ്യമുണ്ട്, ഒരു വ്യക്തത ആവശ്യമുണ്ട്. അപ്പോൾ ഈ ദുരുപദേശങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിനൊരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല. അതായത് ഇപ്പം ഇപ്പം യഹോവ വിറ്റ്നസ്, യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അവരാദ്യം പറഞ്ഞിരുന്നത് യേശു ദൈവം അല്ല, യഹോവ മാത്രമാണ് ദൈവം എന്നായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയാൻ തുടങ്ങി യേശു ദൈവമാണ്, പക്ഷെ പിതാവായ ദൈവത്തേക്കാൾ, യഹോവയേക്കാൾ കുറഞ്ഞ ദൈവമാണ്, യഹോവ സൃഷ്ടിച്ച മറ്റൊരു സബോർഡിനേറ്റ് ഗോഡ് എന്നുള്ള രീതിയിലേക്ക് ഉള്ള പഠിപ്പിക്കൽ ചില ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞ പോലെ ഓരോ ടീച്ചിങ്സ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ട്. അപ്പം ഈ ദുരുപദേശങ്ങൾ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പഠിപ്പിക്കലുകൾക്ക് ഒരിക്കലും ഒരു യൂണിഫോമിറ്റി ഇല്ലെന്നുള്ളതാണ്. അത് ഓരോ ദിവസവും ഓരോ ലീഡർക്ക് തോന്നുന്ന രീതിയിലാണ് ആ ലീഡർ ഉപദേശം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതെപ്പോഴും ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ മുകളിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും എല്ലാ ദുരുപദേശങ്ങളെയും കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല. കാരണം നമ്മളിപ്പോൾ ഒരു ദുരുപദേശം എടുത്ത് പഠിക്കാനായിട്ട് തുടങ്ങി അത് പഠിച്ചു വരുമ്പോഴേക്ക് പുതിയ 10 വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പഠിച്ചു പോകുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കലല്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ഉപദേശം പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാനെപ്പോഴും ഈ ഡോക്ടറൽ ക്ലാസ്സിനകത്ത് ഞാൻ പറയാറുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഈ നമ്മുടെ കയ്യിലിപ്പോൾ ഒരു കള്ളനോട്ട്, ഒരു കറൻസി നോട്ട് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കള്ളനോട്ടാണോ എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ അത് തിരിച്ചറിയാനായിട്ടുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് അടുത്തുള്ള ബാങ്കിൽ കൊണ്ടുവന്ന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ബാങ്കിലിരിക്കുന്ന ജോലിക്കാർ ആ നോട്ട് എടുത്തിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിയിട്ട് അവരുടെ കള്ളനോട്ടാണെങ്കിൽ പറയും ഇത് കള്ളനോട്ടാന്ന് പറയും. അപ്പം ഈ കള്ളനോട്ട് എപ്പോഴും ഇങ്ങനെ ഓരോ പുതിയ പുതിയ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പുതിയ പുതിയ രീതിക്കാണ് ഈ കള്ളനോട്ടുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ബാങ്കിലിരിക്കുന്നവർക്ക് എങ്ങനെ ഈ കള്ളനോട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഇറങ്ങുന്ന എല്ലാ കള്ളനോട്ടും പഠിച്ചിട്ടല്ല അവരിയ്ക്കുന്നത്. പക്ഷെ അവർക്ക് ഒറിജിനൽ നോട്ടിൻ്റെ ഫീച്ചേഴ്സ് അവർക്ക് കറക്റ്റ് അറിയാം. അപ്പോൾ ഈ ഒറിജിനൽ നോട്ടിൻ്റെ ഫീച്ചേഴ്സ് അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു നോട്ട് വരുമ്പോൾ അവർ നോക്കുമ്പോൾ, ഒരു കറൻസി വരുമ്പോൾ അവർ നോക്കുമ്പോൾ അവർ ഒറിജിനൽ കറൻസിയുടെ ഫീച്ചേഴ്സുമായിട്ട് അത് കമ്പയർ ചെയ്യുക. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ അവർ പറയും ഇത് ഫേക്കാണ് എന്ന് പറയും. വ്യത്യാസമില്ലെങ്കിൽ ദാറ്റ് ഈസ് ഒറിജിനൽ, അതാണ്. അപ്പോൾ ഈ എല്ലാ ദുരുപദേശങ്ങളെയും കുറിച്ച് പഠിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. പക്ഷേ നമുക്ക് ശരിയായിട്ടുള്ള ഉപദേശങ്ങൾ, ശരിയായിട്ടുള്ള ഡോക്ടറിൻ എന്താണ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് വ്യത്യാസം വരുന്നത് എന്താണ്, ദുരുപദേശമാണ് എന്ന് നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, തിരിച്ചറിയാനായിട്ട് പറ്റും. ഇതാണ് ഡോക്ടറൽ സ്റ്റഡിയുടെ ഇമ്പോർട്ടൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ബൈബിളിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് ആരംഭിക്കുന്നത്. അപ്പം എല്ലാ ക്രൈസ്തവ വിശ്വാസത്തിലുള്ള അല്ലെങ്കിൽ സുവിശേഷ വിഹിത സഭകൾ എല്ലാവരും ഒരുപോലെ അംഗീകരിച്ചിട്ടുള്ള ഡോക്ടറൽ സ്റ്റേറ്റ്മെൻ്റാണ് എന്താണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെയും പ്രായോഗിക ജീവിതത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ തിരുവെഴുത്തുകൾ ആയി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ, അതാണ് നമ്മുടെ അടിസ്ഥാനം എന്നുള്ളതാണ് എല്ലാ സുവിശേഷവീത സഭകളും അംഗീകരിച്ചിരിക്കുന്ന ഒരു ഡോക്ട്രിൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ദിവസങ്ങളിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആ ഒരു വിഷയമായിരിക്കും നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. എന്താണ് ബൈബിൾ, ബൈബിളിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ബൈബിളിനെ കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്, അതിൻ്റെ റിയാലിറ്റി എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം ഈ ബൈബിളിന്, ഈ പുസ്തകത്തിന് പ്രധാനമായിട്ടും 3 പേരുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 3 പേരുകളാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് നമ്മളതിനെ വിളിക്കുന്നത് ബൈബിൾ എന്നാണ് വിളിക്കുന്നത്. ബൈബിൾ. അപ്പോൾ ഈ ബൈബിൾ എന്ന് പറഞ്ഞാൽ
എന്താ വാക്കിൻ്റെ അർത്ഥം? ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താ ബൈബിൾ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എന്താണ് ബൈബിൾ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? എന്താണ്, എവിടെ നിന്നാണ് ബൈബിൾ വന്നത് എന്ന് പറയാനായിട്ട് പറ്റുമോ? ചെറുപ്രേർ പറഞ്ഞത് ബിബ്ലിയ എന്നുള്ള ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എന്നാണ്. ഓക്കെ, അതിനകത്ത് ചെറിയൊരു എഡിറ്റിങ് വേണം. ബിബ്ലോസ് എന്നാണ് നമ്മൾ പറയുക. ബിബ്ലോസ് ആക്ച്വലി ബിബ്ലിയ എന്ന് പറയുന്നത് എന്താണ്? അത് പ്ലൂറിലാണ്. ബുക്സ് എന്നുള്ള അർത്ഥമാണ് വരിക. ബിബ്ലോസ് ആണ് ദ ബുക്ക് എന്നുള്ള പേര് വരുന്നത്. ബിബ്ലോസ് എപ്പോഴും ഗ്രീക്കിൽ അതൊരു ഗ്രീക്ക് വാക്കാതെ ഗ്രീക്കിനകത്ത് സിംഗുലറായിട്ട് ഏകവചനമായിട്ട് നമ്മൾ പറയുന്നത് എപ്പോഴും OS ആയിരിക്കും അവസാനം വരിക. IA എന്ന് പറയുന്നത് എപ്പോഴും പ്ലൂറിലായിരിക്കും. അത് നമ്മൾ ഗ്രീക്കിനകത്തുള്ള ഒരു നിയമമാണ്. അപ്പം ബിബ്ലിയ എന്ന് പറയുന്നത് ബുക്സ് എന്നുള്ള അതൊരു പ്ലൂറിൽ വേർഡാണ്. ബിബ്ലോസ് ആണ് സിംഗുലർ വേർഡ്. അപ്പോൾ ഈ ബിബ്ലോസിൽ നിന്നാണ് എന്തുണ്ടായിട്ടുള്ളത്? ഈ ബൈബിൾ എന്നുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ബിബ്ലോസ് എന്ന് പറയുന്നത് ആ വാക്ക് ശരിക്കും ഒരു ആൻഷ്യൻ സിറ്റിയുടെ പേരാണ്. ഒരു പുരാതനമായിട്ടുള്ള ഒരു നഗരത്തിൻ്റെ പേരാണെന്ത്? ബിബ്ലോസ് എന്ന്. ഓക്കെ, അപ്പോൾ അത് ഇന്ന് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറയുന്നത് അത് എന്താണ്? ഇന്നത്തെ ലെബനോണിലാണ് ഈ ബിബ്ലോസ് എന്ന് പറയുന്ന ആ സിറ്റി ഉള്ളത്. അതിൻ്റെ പേര് അങ്ങനെ ആയിരിക്കില്ല, പക്ഷേ അതിൻ്റെ ആ ലൊക്കേഷൻ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ഇന്നത്തെ മോഡേൺ ലെബനോണിലാണ് ആ സിറ്റി ഉള്ളത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പോർട്ടായിരുന്നു, ഒരു തുറമുഖമായിരുന്നു. ഒരു സീ പോർട്ടായിരുന്നു അത്. അപ്പം അവിടെ നടന്നിരുന്ന, ഇപ്പം നമുക്കറിയാം സീ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത്. കച്ചവടമാണ് അവിടുത്തെ കച്ചവടം. ഓക്കെ, വാണിജ്യം, അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിബ്ലോസ് എന്ന് പറയുന്ന ആ സീ പോർട്ടിലെ ആ സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ് എന്ന് പറയുന്നത് പാപ്പിറസ് എന്ന് പറയുന്ന ആ ഒരു സാധനമായിരുന്നു. പാപ്പിറസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഒരു ചെടിയുടെ ഒരു ഭാഗമാണത്. അതാണ് പണ്ടുള്ള ആൾക്കാർ എഴുതാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. പേപ്പറിന് വരെ ഉപയോഗിച്ചിരുന്ന ആക്ച്വലി പേപ്പർ എന്നുള്ള വേർഡ് തന്നെ പാപ്പിറസ് എന്നുള്ള വാക്കിൽ നിന്നാണ് വന്നത്. അപ്പോൾ ആ പാപ്പിറസ് ആണ് അവിടെ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബിബ്ലോസ് എന്നുള്ള പേര് വന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഈ ഒരു രീതിയിലാണ് ആ പേര് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ വാക്കിൽ നിന്നാണ് നമ്മൾ എന്തുണ്ടാക്കിയിട്ടുള്ളത്? ബൈബിൾ എന്നുള്ള വാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ്. ഇനി രണ്ടാമത് നമ്മൾ ഈ പുസ്തകത്തിന് പറയുന്നൊരു പേരുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് എ വേർഡ് ഓഫ് ഗോഡ്. ഇത് ദൈവത്തിൻ്റെ വചനമാണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ദൈവത്തിൻ്റെ വചനം. സി, ഡു യു നോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? എന്താ ദൈവത്തിൻ്റെ വചനം ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളെപ്പോഴും കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു വാക്കാണ് ബൈബിൾ ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ബൈബിള് ദൈവത്തിൻ്റെ വചനമാണ്, ഓഫ് കോഴ്സ്. പക്ഷേ എന്താണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അതിനകത്ത് എന്താവാ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? നിങ്ങളെന്താണ് അതിനകത്ത് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന്? കേട്ടില്ല, ഒന്നുകൂടെ ഒന്ന് പറയാമോ? ദൈവവിശ്വാസികളുമാണ്. അതായത് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ എക്സാക്ട് ദൈവം ഭൂമിയിലോട്ട് ഇറക്കി തന്നല്ല പറയുന്നത്. അവിശ്വസ്തനായ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവാചകന്മാരിലൂടെ നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ള കൽപ്പനകൾ. ഓക്കെ, നല്ലൊരു ആൻസറാണ്. ബൈബിളിൻ്റെ ഒത്തിരി പ്രത്യേകതകൾ ജെറി ബ്രദർ പറഞ്ഞ ആൻസറിനകത്ത് കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്.
വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാനായിട്ടുണ്ടോ? ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്? ഓക്കെ, സി ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഞാൻ അതിനകത്ത് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സി അത് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. വേർഡ് ഓഫ് ഗോഡ്, വേർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാക്കാണത്, വാക്ക്, വേർഡ് അല്ലേ? അപ്പം എന്താ ഈ വേർഡ് എന്ന് പറഞ്ഞാൽ, വാക്കെന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ ഞാനൊരു ടീച്ചറും കൂടെ ആയതുകൊണ്ട് ഞാൻ ആ ഒരു സ്റ്റൈലിലേക്ക് ഞാൻ പറയാം. അതായത് ഈ നമുക്കറിയാം വാക്കെന്ന് പറയുന്നത് ഇപ്പം എന്താണ്, ഞാനിപ്പം എന്താണ് ഒരു കാര്യം, ഒരു എന്താ ആന, ആന എന്ന് ഞാനിങ്ങനെ പറയുക, ആന. സോ ഇറ്റ് ഈസ് എ സൗണ്ട്, ഒരു സൗണ്ടാണിത്, ആന. അപ്പോൾ ഈ ആന എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു ഫിഗർ വന്നു. എന്താണ്? ഒരു വലിയൊരു സാധനം, 4 കാലുണ്ട്, ഒരു വാലുണ്ട്, ഒരു തുമ്പിക്കൈയുണ്ട്, ചിലപ്പോൾ ഒരു 2 കൊമ്പുണ്ടായിരിക്കും, പിന്നെ ഇങ്ങനെ വലിയൊരു 2 ചെവി, ഇങ്ങനെ ഒരു എന്താണ് ആ സൗണ്ട് നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു ഫിഗർ കൊണ്ടുവന്നു, ഒരു സംഭവം, ഒരു ആശയം കൊണ്ടുവന്നു, ഒരു ഐഡിയ. അപ്പം ആ ഐഡിയ നിങ്ങളുടെ മനസ്സിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ഉപയോഗിച്ച ഒരു ശബ്ദമാണ് ആന എന്ന് പറയുന്നത്. സോ അതിന് നമ്മൾ പറയും അത് വാക്കാണ് എന്ന് പറയും. അപ്പോൾ വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഭാഷയ്ക്കകത്ത്, ലാംഗ്വേജിനകത്തെ മീനിങ് ഉള്ള ഏറ്റവും ചെറിയ യൂണിറ്റാണ് എന്ത്, വാക്ക് അല്ലെങ്കിൽ വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഞാൻ പറഞ്ഞത്, ഭാഷയ്ക്കകത്ത്, ലാംഗ്വേജിനകത്ത് മീനിങ് ഉള്ള, ഒരർത്ഥമുള്ള ഏറ്റവും ചെറിയ യൂണിറ്റ്, ഏറ്റവും ചെറിയ ഘടകത്തിനാണ് നമ്മൾ എന്ത് പറയുക, വേർഡ് അല്ലെങ്കിൽ വാക്ക് എന്ന് പറയുക. അപ്പം വേർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ലാംഗ്വേജ്, അതൊരു ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രയോഗമാണ്. അപ്പോൾ എന്താണ് ഭാഷ? ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത്, ലാംഗ്വേജ് എന്ന് പറയുന്നത് ആശയവിനിമയം നടത്താനായിട്ടുള്ളൊരു ഉപാധിയാണ്, ആശയവിനിമയം നടത്താനായിട്ടുള്ളൊരു ഉപാധി. അപ്പം ബൈബിള് ദൈവത്തിൻ്റെ വാക്കാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ബൈബിൾ ഈസ് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് നമ്മൾ പറയുമ്പോൾ, ഏറ്റവും പ്രൈമറിലി നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പുസ്തകത്തിൽ കൂടെയാണ്, ഈ ബൈബിളിൽ കൂടെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുക. അതാണ് അപ്പം ബൈബിൾ ഈസ് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതാണ്, ദൈവം മനുഷ്യനുമായിട്ട് ആശയവിനിമയം ചെയ്തിരിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത് പ്രൈമറിലി ഈ പുസ്തകത്തിലൂടെയാണ്, ഈ പുസ്തകത്തിലൂടെ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാനത് പറഞ്ഞു വരുമ്പോൾ ആ കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടെ കയറ്റി പറയാം. അതായത് ബൈബിള് വചനം എന്ന് വിളിച്ചിട്ടുള്ള വേറൊരാളുണ്ട്. ഇപ്പം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഇൻ ദ ബിഗിനിങ് ദർ വാസ് വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് വേർഡ് വാസ് ഗോഡ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. സോ അവിടെ നമ്മൾ ദൈവമായിരുന്ന ഒരു വചനത്തെ, ഒരു വേർഡിനെ നമ്മൾ കാണുന്നുണ്ട്. ലോഗോസ്, ഒരു വേർഡ്, ഒരു വചനം. അപ്പം അതും ഇതേ അർത്ഥം തന്നെയാണ്. ആരാണ് ആ വചനം? അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നമ്മൾ വായിക്കുന്നു, ദ വേർഡ് ബിക്കം ഫ്ലഷ് ആൻഡ് ഡ്വെൽറ്റ് എമംഗ് us. അപ്പം വചനം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ അതാരെക്കുറിച്ചാണ് പറയുന്നത്? യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ യേശുവിനെ അവിടെ വചനം എന്ന് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ വചനം. അപ്പോൾ യേശു ദൈവത്തിൻ്റെ വചനമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ടാവുന്നത് ദൈവവചനം എന്ന പേര് എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്.
സോ ജീസസ് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. യേശു ദൈവത്തിൻ്റെ വചന എന്ന് വെച്ചാൽ എന്താണ്? ഇഫ് യു വാണ്ട് നോ അബൌട്ട് ഗാഡ് യു ഷുഡ് കം ടു ജീസസ്. ദൈവത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ വരണം? യേശുവിൻ്റെ അടുത്തേക്ക് വരണം. കാരണം ദൈവം മനുഷ്യനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇറ്റ് ഈസ് ത്രൂ ജീസസ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഫിലിപ്പോസിനോട് പറഞ്ഞത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അതുപോലെ യോഹന്നാൻ സുവിശേഷം 14:6 കർത്താവ് പറയുന്നുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പം യേശു ദൈവത്തിൻ്റെ വചനമാണ്. അപ്പം യേശുവിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഹീസ് ദ വേർഡ് പേഴ്സോണിഫൈഡ്. ഒരു വ്യക്തിയായിട്ട് വന്ന ദൈവത്തിൻ്റെ വചനമാണ് ആര്? യേശു. ഓക്കെ, ഒരു വ്യക്തിയായിട്ട് വന്ന ദൈവത്തിൻ്റെ വചനമാണ് യേശു. പക്ഷേ ബൈബിൾ എന്ന് പറഞ്ഞാൽ, ഈ പുസ്തകം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ പേഴ്സൺ, ഇറ്റ് ഈസ് ദ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ദൈവത്തിന് 2 വചനമുണ്ട്. ഒന്ന് ഒരു വ്യക്തിയായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം, അതാരാണ്? യേശുവാണ്. രണ്ടാമത്തത് എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം, അതെന്താണ്? നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനം എന്നുള്ള ആ പ്രയോഗത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ ദൈവത്തിൻ്റെ വചനം എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാക്കെന്ന് പറയുന്നത് റെവലേഷൻ അല്ലെങ്കിൽ വെളിപ്പാട് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ഇപ്പം ചില ആളുകളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഞാനൊരു വെളിപ്പാട് കണ്ടു എന്നൊക്കെ പറയാറുണ്ട്. ആക്ച്വലി സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ഇന്ന് വെളിപ്പാട് ഇല്ല, ഇന്ന് വെളിപ്പാടില്ല. അവർ കണ്ടു എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ വിഷൻ, അത് ദർശനമാണത്, ദാറ്റ് ഈസ് നോട്ട് റെവലേഷൻ. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തില്ല? വെളിപ്പാടില്ല. വെളിപ്പാട് അവസാനിച്ച് കഴിഞ്ഞു, ഇനിയൊരു പുതിയ വെളിപ്പാട് ഇല്ല. നമ്മൾ ഈ കണ്ടു എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് റെവലേഷൻ, ദാറ്റ് ഈസ് വിഷൻ, അത് ദർശനമാണത്, അത് വെളിപ്പാടല്ല. അതുകൊണ്ട് നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ ദൈവം എന്തിനാണ് വെളിപ്പെടുത്തിയത്? ദൈവം വെളിപ്പെടുത്തേണ്ട ആവശ്യം എന്തായിരുന്നു? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ ദൈവം ഈ തൻ്റെ മനസ്സിനകത്തുള്ള അല്ലെങ്കിൽ തന്നെ വെളിപ്പെടുത്തേണ്ടി വന്നത്, അല്ലെങ്കിൽ വെളിപ്പെടുത്തേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ദൈവത്തിന് സ്വയമായി വെളിപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് അന്വേഷിക്കാൻ പറ്റാൻ കഴിയത്തില്ല. അങ്ങനെയല്ല, ദൈവത്തിന് സ്വയം ദൈവം സ്വയം നമ്മൾ അറിയിച്ചില്ലെങ്കിൽ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയില്ല. കാരണം ദൈവമാണല്ലോ. അതുകൊണ്ടാണ് ഇത് ജനങ്ങൾ അടംബരിച്ചു പോയ പല സമയങ്ങളാണ് ദൈവം വെളിപ്പാട് കൊടുത്തും അല്ലെങ്കിൽ വഴി നടത്തിയിട്ടുള്ളത്. അവരെ നേർവഴിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടും ദർശനങ്ങളുണ്ട്. ഓക്കെ, ഇതൊരു പേര് പറഞ്ഞത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവം എന്തുകൊണ്ടാണ് വെളിപ്പെടുത്തേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം വെളിപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് ഈവൺ നമുക്കറിയാം, ആദ്യത്തെ മനുഷ്യൻ എന്ന് പറയുന്ന ആദമാണ്. ആദം പാപം ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ പോലും അവന് സ്വയമായിട്ട് ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. കാരണം നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലിമിറ്റഡ്, അതിന് പരിധിയുണ്ട്. അപ്പോൾ ഒരിക്കലും ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഹീസ് അൺലിമിറ്റഡ് ഗോഡ് എന്നാണ്. അവൻ അപരിമേയനായിട്ടുള്ള, അളക്കാൻ കഴിയാത്തവനായിട്ടുള്ള ദൈവമാണവൻ. അൺഫാത്തം, ഓക്കെ, അളക്കാൻ കഴിയാത്ത ദൈവമാണവൻ. അപ്പോൾ ഈ അളക്കാൻ കഴിയാത്ത ഇത്ര വലിയവനായ ആ ദൈവത്തെ എനിക്ക് എൻ്റെ ഈ 1600 ഗ്രാമിൽ താഴെ വരുന്ന ഈ ബ്രെയിൻ ഉപയോഗിച്ച്, അതിനകത്ത് തന്നെ 1600 ഗ്രാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, നമ്മുടെ സെറിബ്രം എന്ന് പറയുന്നത് അതിനേക്കാൾ കുറവാണ്. അപ്പോൾ സെറിബ്രം ഉപയോഗിച്ചിട്ട് എനിക്ക് ഈ അപരിമേയനായ ഇത്രയും വലിയവനായ ഈ ദൈവത്തെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. എന്തിനാ പറയുന്നത്? ദൈവത്തെ പോയിട്ട് മനുഷ്യരെ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ.
അല്ല, ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മൾ എത്ര മനുഷ്യരെ കാണുന്നു, അവരെയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ? പലപ്പോഴും എത്രയോ പേര് എന്താണ് മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത് എത്രയോ തെറ്റായിട്ടാണ് എന്ന്. ഇപ്പം ഞാനൊക്കെ ഈ ഞാൻ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറും കൂടെയാണ്. അപ്പം ഈ പല കുട്ടികളും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഇവരൊക്കെ ആദ്യം എന്നെ കാണുമ്പം എന്താണ് അവർ വിചാരിക്കും ഞാൻ ഭയങ്കര ക്രൂരനും ഭയങ്കര ദേഷ്യക്കാരനും ഭയങ്കര ചുണ്ടിക്കാരനും ഒക്കെ ആയിട്ടുള്ള എന്തോ ഒരു ഭീകരജീവിയായിട്ടാണ് അവർക്ക് എന്നെ ആദ്യം കാണുമ്പോൾ അവർക്ക് തോന്നുക. പിന്നെ ഞാനവിടെ ക്ലാസ്സിൽ ചെന്ന് പഠിപ്പിക്കാൻ തുടങ്ങി കഴിയുമ്പോഴായിരിക്കും അവർ പറയുന്നത്, ശരി സാർ ഇത്ര ഫ്രണ്ട്ലി ആണോ? അപ്പോൾ ഞങ്ങൾ ആദ്യം കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങൾ വിചാരിച്ചു സാറ് ഭയങ്കര സീരിയസ് ആണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പോൾ ഉണ്ടോ, അപ്പം നമുക്ക് മനുഷ്യരെ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ കാര്യം പറയണോ? സോ വി ആർ ലിമിറ്റഡ് ബീങ്സ്, നമ്മൾ ലിമിറ്റേഷൻസ് ഉള്ള ആളുകളാണ്. അപ്പം ദൈവം എന്ത് ചെയ്യണം? ദൈവം വെളിപ്പെടുത്തി തന്നെങ്കിലേ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള എന്ത് കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും വി ഷുഡ് റിലേ ഓൺ ദ റെവലേഷൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആ വെളിപ്പാടിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ആശ്രയിച്ച് പറ്റുള്ളൂ. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നടക്കത്തില്ല. ഓക്കെ, നടക്കത്തില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒത്തിരി തിയോളജിക്കൽ സൈഡിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നത്. ഇനി നമ്മളതിനകത്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ബൈബിളിൽ തന്നെ എന്താണ് ഇതിന് ദൈവത്തിൻ്റെ വചനം എന്ന് ഉപയോഗിച്ചിട്ടുള്ള ചില ഭാഗങ്ങളുണ്ട്. ബൈബിളിൽ തന്നെ ഇത് ദൈവത്തിൻ്റെ വചനമാണ് എന്ന് ഉപയോഗിച്ചിട്ടുള്ള ചില ഭാഗങ്ങളുണ്ട്. ഒരു 2-3 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. നമുക്ക് ആ കാര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ് എബ്രായലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 4:12. നമുക്കൊക്കെ വളരെ പരിചയമുള്ള ഒരു വാക്യമാണത്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എന്താണ്? ദൈവത്തിൻ്റെ വചനം, ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേറിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അപ്പോൾ ഇവിടെ നമ്മളെന്താ വായിച്ചത്? ദ വേർഡ് ഓഫ് ഗോഡ്, അല്ലേ? ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം. ആ ഒരു പ്രയോഗം നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം ഈ ദൈവത്തിൻ്റെ വചനം എന്നുള്ളത് നമ്മൾ നമ്മുടെ ഭാവനയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പ്രയോഗമല്ല, അത് ബൈബിളിൽ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ വായിച്ചത്, ദ വേർഡ് ഓഫ് ഗോഡ്. ഓക്കെ, അപ്പം എന്താണ് ആ വചനത്തെക്കുറിച്ച് അവിടെ പറഞ്ഞത്? അവിടെ പറഞ്ഞതാണ് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായിട്ട്. എന്താണ്? ഇറ്റ് ഈസ് ക്വിക്ക് ആൻഡ് പവർഫുൾ. ക്വിക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എലൈവ്, ജീവനുള്ളതാണത്. സി വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ക്വിക്ക്? ജീവനുള്ളതെന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? നമുക്കറിയാം, മരിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാം ചിലരോടൊക്കെ ഇത് ചത്ത പോലെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊന്നും ചെയ്യുന്നില്ല, ഒന്നും എന്താണ് ഒരു അനക്കം ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചത്ത പോലെ ഇരിക്കുക എന്ന് നമ്മൾ പറയുന്നത്. സോ എലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വർക്കിംഗ്, അല്ലേ? ഇറ്റ് വിൽ ബി വർക്കിംഗ്. സി ദ വേർഡ് ഓഫ് ഗോഡ് വിൽ ബി വർക്കിംഗ് ഇൻ യുവർ ലൈഫ്. ദൈവവചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? പ്രവർത്തിക്കും. വെറുതെ ഇരിക്കത്തില്ല. അപ്പം യഥാർത്ഥത്തിൽ ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് വർക്കിംഗ്. എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും? പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. സോ ദാറ്റ് ഈസ് എലൈവ്, ജീവനുള്ളതാണ്. ദ സെക്കൻഡ് തിങ് ഈസ് ഇറ്റ് ഈസ് ചൈതന്യമുള്ളത്, പവർഫുൾ. സോ വാട്ട്സ് ദ മീനിങ് ഓഫ് ദാറ്റ്? പവർഫുൾ എന്ന് പറഞ്ഞാൽ എന്താ? സി ഇറ്റ് ഈസ് നോട്ട് വീക്ക്. അത് ശക്തിയില്ലാത്തതല്ല. ചിലപ്പം ജീവനുണ്ട്, പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ഷീണിച്ചു പോകും ചില ആൾക്കാരൊക്കെ, അല്ലേ? പ്രത്യേകിച്ച് ഈ പ്രായമൊക്കെ ആയി കഴിയുമ്പം എനർജിയൊക്കെ കുറഞ്ഞു കഴിയുമ്പം പ്രവർത്തിക്കാൻ തുടങ്ങിയാലും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? ടയർഡായി പോകും. പക്ഷേ ദൈവത്തിൻ്റെ വചനം അങ്ങനെയല്ല. ഇറ്റ് ക്യാൻ വർക്ക് അറ്റ് എനി ടൈം ബിക്കോസ് ഇറ്റ് ഈസ് പവർഫുൾ. ഓക്കെ, അതിന് ലിമിറ്റേഷൻ ഇല്ല. അപ്പോൾ അതവിടെ പറഞ്ഞത് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യം ഉള്ളതായിട്ട്
ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതായി. സോ ഇറ്റ് ഈസ് ഷാർപ്പ്. ഇറ്റ് ഷാർപ്പ്. ഈ ദൈവത്തിൻ്റെ വചനം ശരിയായിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ വി വിൽ ബി റിയലൈസിങ് ദാറ്റ് ഇറ്റ് ഈസ് ഷാർപ്പ്. അതിൻ്റെ ഷാർപ്പ്നെസ് നമ്മൾ അനുഭവിക്കും. അപ്പോൾ ഈ ഷാർപ്പായിട്ടുള്ള സാധനം ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കട്ട് ചെയ്യും. എന്ത് ചെയ്യും? കട്ട് ചെയ്യും. ആ ഷാർപ്പ്നെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിങ് അല്ലേ. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ എന്തുണ്ടാകും? ചെറിയൊരു വേദനയൊക്കെ ഉണ്ടാകും അല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ നമ്മുടെ സ്വഭാവത്തിലെ ചില സ്വഭാവങ്ങളെയൊക്കെ ചിലപ്പോൾ കയറി എന്ത് ചെയ്യും? കട്ട് ചെയ്യും. സോ ഇറ്റ് വിൽ ബി എ ലിറ്റിൽ ബിറ്റ് പെയിൻഫുൾ. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് എ വർക്ക് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. അത് ദൈവവചനത്തിൻ്റെ പ്രവൃത്തിയാണത്. ഇറ്റ് വിൽ കട്ട് അല്ലേ, മുറിക്കും. ഇറ്റ് വിൽ കട്ട്. അപ്പോൾ ആ കട്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ ലിറ്റിൽ ബിറ്റ് പെയിൻഫുൾ. കുറച്ച് വേദനയൊക്കെ ഉണ്ടാകും. ബട്ട് വി ആർ സപ്പോസ് ടു കോപ്പറേറ്റ് വിത്ത് ഇറ്റ്. ഓക്കെ. അപ്പം ഷാർപ്പാണിത്. അപ്പം നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് എന്തൊക്കെയാണ്? ജീവനുള്ളതാണ്, ക്വിക്കാണ്, ചൈതന്യമുള്ളതാണ്, ഇറ്റ് ഈസ് പവർഫുൾ. ആൻഡ് തേർഡ് വൺ ഇറ്റ് ഈസ് ഷാർപ്പ്, മൂർച്ചയുള്ളതാണത്. എന്നിട്ട് എന്താ പറയുന്നത്? പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ച് ചെല്ലുന്നത് അല്ലേ. മനുഷ്യനെക്കുറിച്ച് നമ്മൾ പറയുന്നത് എന്താണ്? മനുഷ്യൻ ശരീരം അല്ലെങ്കിൽ ദേഹം, ദേഹി, ആത്മാവ്. ഓക്കെ. ഈ 3 പാർട്ടാണ് മനുഷ്യനുള്ളത്. ഈ ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യും? ഇതിനെ 3 അങ്ങോട്ടേക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്ത് വയ്ക്കും. ഓക്കെ. അപ്പം ചിലപ്പോൾ നമ്മുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്കൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിലപ്പോൾ നമ്മളെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യമൊക്കെ ആത്മാവ് എന്ന് ഒന്നാണ് നമ്മളങ്ങ് വിളിച്ചു പറയും. അതിൻ്റെ കാരണം എന്താ അറിയാവോ? നമുക്കിത് രണ്ടും കൂടെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് അറിയത്തില്ല. നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ചിലരൊക്കെ വന്നിട്ട് ഈ ആത്മാവ് പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ? സത്യത്തിൽ ആത്മാവ് പറഞ്ഞൊന്നുമല്ല, അതോടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളായിരിക്കും. 99%. 100% എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ കേട്ടിടത്തോളം 99% അവരുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അവർ പറയാറ്. ഓക്കെ. അത് പിന്നെ ചിലപ്പോൾ കറക്റ്റായിട്ട് വരും, കാരണം നമ്മുടെ മനസ്സിനൊക്കെ കുറച്ച് പവറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൺഫ്യൂഷൻ അതിനകത്ത് ഉണ്ടാവില്ല. അതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത. കാരണം ഇത് 3 ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വയ്ക്കും. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് ദൈവവചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ സ്പിരിറ്റ് ഇറ്റ് വിൽ ബി ഇറ്റ് വിൽ ബി ഇൻ അക്കോർഡൻസ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. അത് ആത്മാവിൽ നിന്നാണ് വരുന്നതെങ്കിൽ ദൈവത്തിൻ്റെ വചനവുമായിട്ട് ചേർന്ന് പോകുന്നതായിരിക്കും. സോ ഇത് 3 അതെടുത്ത് സെപ്പറേറ്റ് ആക്കി വയ്ക്കും. എന്നിട്ട് ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ വചനം, ദ വേർഡ് ഓഫ് ഗോഡ്. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഈ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുള്ള വേറൊരു ഭാഗമാണ് എന്താണ്? 1 Thessalonians chapter 2 verse 13. 1 തെസ്സലോനിക്ക ലേഖനം, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. 1 Thessalonians chapter 2 verse 13. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. എന്താണ്? ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യൻ്റെ വചനമായിട്ടില്ല, സാക്ഷാലാകുന്നതുപോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. അപ്പം പൗലോസ് പറയുക, ഞങ്ങൾ പ്രസംഗിച്ചത് ഇറ്റ് വാസ് നോട്ട് ദ വേർഡ്സ് ഓഫ് മെൻ, മനുഷ്യൻ്റെ വചനമല്ല ഞങ്ങൾ പ്രസംഗിച്ചത്, ബട്ട് ഇറ്റ് വാസ് ദ വേർഡ് ഓഫ് ഗാഡ്. ഞങ്ങൾ ദൈവത്തിൻ്റെ വചനമാണ് പ്രസംഗിച്ചത്. ഓക്കെ. അവിടെ പറയുക, സാക്ഷാലാകുന്നതുപോലെ ദൈവവചനം, ഇറ്റ് ഈസ് ഒറിജിനൽ. ഓക്കെ. ഒറിജിനൽ ദൈവത്തിൻ്റെ വചനമാണിത്. നോ നീഡ് ടു ഹാവ് doubt or hesitation whether it is the word of God or not. ദൈവവചനമാണോ അല്ലയോ എന്നുള്ള ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. ഇറ്റ് ഈസ് അതങ്ങനെ തന്നെയാണ്, സാക്ഷാൽ ആയിരിക്കുന്നത് പോലെ. ഓക്കെ. ഇനി എന്താണ്? അപ്പം ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഈ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്, ഇപ്പം എബ്രായലേഖനത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം എന്ന് വെറുതെ ഒരു പ്രയോഗമായിട്ട് കണ്ടെങ്കിലും
1 തെസ്സലോനിക്കർ വന്നു കഴിഞ്ഞപ്പം നമ്മൾ കണ്ടത് പൗലോസിൻ്റെ പ്രസംഗത്തിനൊരു ബേസ്, ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. അപ്പോൾ ഒരു ഫൗണ്ടേഷൻ്റെ മുകളിൽ നിന്നിട്ടാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്, പ്രസംഗിക്കുന്നത്. വെറുതെ തനിക്ക് തോന്നിയ കാര്യങ്ങൾ വിളിച്ച് പറയുകയല്ല ചെയ്യുന്നത്. ദെർ വാസ് എ ഫൗണ്ടേഷൻ, ഒരടിസ്ഥാനമുണ്ട്. ഓക്കെ, ആ അടിസ്ഥാനത്തിൻ്റെ മുകളിൽ, അതായത് ഒരു വെൽ ഡിഫൈൻഡ് സെറ്റ് ഓഫ് റൈറ്റിങ്സ്, ഓക്കെ, സെറ്റ് ഓഫ് വേർഡ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു കൂട്ടം വാക്കുകൾ, ഒരു കൂട്ടം വചനങ്ങൾ, അതിൻ്റെ ബേസിലാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്, പ്രസംഗിക്കുന്നത്. അത് സാക്ഷാൽ ദൈവത്തിൻ്റെ വചനമാണ് എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു വാക്യം നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഗലാത്യ ലേഖനം 6 അധ്യായത്തിൻ്റെ 6 വാക്യം, ഗലേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 6, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, എന്താണ്, വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. അപ്പോൾ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബൈബിൾ ക്ലാസ്സിന് ട്യൂഷൻ ഫീസ് ഉണ്ട് കേട്ടോ എനിക്ക്. ഓക്കെ, അപ്പം എന്താ പറയുന്നത്, വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. അപ്പോൾ ഇവിടെ വചനം, വേർഡ് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലാരിറ്റിയിലേക്ക് വന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കായിട്ട് മാറിയത്. ഞാൻ മനസ്സിലായോ? കാരണം വചനം പഠിപ്പിക്കുന്നവന്. അപ്പോൾ പഠിപ്പിക്കുന്നവൻ എന്താ പഠിപ്പിക്കുന്നത്? അവൻ ദൈവത്തിൻ്റെ വചനമാണ് പഠിപ്പിക്കുന്നത്. അപ്പം അവിടെ ദൈവത്തിൻ്റെ വചനം എന്ന് പറയാനായിട്ട് ദർ ഷുഡ് ബി സംതിങ്. അതാണ്, ആ ടെക്സ്റ്റ് ബുക്കാണ് അവൻ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. ആ ടെക്സ്റ്റ് ബുക്കാണ് മറ്റുള്ളവർ പഠിക്കുകയും ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് റൈറ്റിങ്സ്, അല്ലെങ്കിൽ എന്നുള്ള രീതിയിലേക്ക്, ഒരു ടെക്സ്റ്റ് ബുക്ക് സ്റ്റൈലിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകുന്ന ഒരു വാക്യമാണ് ഗലേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 6, ഗലാത്യ ലേഖനം 6ന്റെ 6 വാക്യം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരു വാക്യം കൂടെ വായിക്കാം. 1 പീറ്റർ ചാപ്റ്റർ 2 വേഴ്സ് 1 and 2. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പോൾ ഇവിടെയും വചനം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, വചനം, ദ വേർഡ്. ഓക്കെ, അപ്പോൾ വചനത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്താണ്, സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും ഒക്കെ നീക്കിക്കളയണം. ഓക്കെ, ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്ന നല്ലതാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ദൈവവചനം പഠിക്കാനായിട്ട് വരുമ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ, ഈ ഇപ്പോൾ ജനിച്ച ശിശുക്കൾക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയാമോ? അവർക്കൊന്നും അറിയത്തില്ല. അപ്പം ഇതൊരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ദൈവവചനത്തെ സമീപിക്കുമ്പോൾ വി ഷുഡ് ബി ലൈക്ക് ഇൻഫൻസ്. നമുക്കൊന്നും അറിയാത്തതുപോലെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ദൈവവചനത്തെ സമീപിക്കേണ്ടത്. ഈ ചില ആളുകളുടെ അവരുടെ ബയാസ് വെച്ചിട്ട്, അവരുടെ പ്രിജുഡൈസ് വെച്ചിട്ട്, അവർ ഓൾറെഡി അവരുടെ മനസ്സിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് എന്താണ് ആ ഒരു ചിന്തകളൊക്കെ വെച്ചിട്ട് എനിക്ക് എന്തൊക്കെയൊക്കെ അറിയാം, അതിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ബൈബിൾ തരാനോ, അതല്ല. നമ്മൾ ബൈബിൾ എങ്ങനെ പഠിക്കണം എന്ന് പറയുമ്പോൾ ഞാനത് കുറച്ചുകൂടി വിശദമായിട്ട് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ബൈബിളിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. നമ്മൾ ബൈബിൾ എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവവചനത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം എന്താണ്, ഐ തിങ്ക് ഞാൻ നമ്മുടെ ക്ലാസ് ഇന്നിവിടെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ പോവുകയാണ്. 3-ാമത്തെ പേര് നമുക്ക് കർത്താവിനെ വെച്ച് അടുത്ത ദിവസം നമുക്ക് പഠിക്കാം. അപ്പം നമ്മൾ പ്രധാനമായിട്ടെന്ന് പറഞ്ഞത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡോക്ട്രിൻ സ്റ്റഡി. ഡോക്ട്രിൻ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? ഒന്ന്, നമ്മുടെ പ്രായോഗിക ജീവിതത്തെ അത് സ്വാധീനിക്കുന്നു. 2, ഫോൾസ് ഡോക്ട്രിൻസിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, 2 നമ്മൾ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റഡി എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെയും
പ്രായോഗിക ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമായിട്ടുള്ള ബൈബിളാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ബൈബിളിന് ഉപയോഗിച്ചിരിക്കുന്ന പേരുകളാണ് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങിയത്. 2 പേരാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ബൈബിള്, അത് നമ്മൾ ചർച്ച ചെയ്തു. രണ്ടാമത്തത് വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം, അതിൻ്റെ വിവിധ വശങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് ദൈവവചനം പഠിക്കാനായിട്ട് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ഒരുമിച്ച് കൂടാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹ പ്രാർത്ഥിക്കാനായിട്ട് പറ്റുമോ?